അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് കുറെ പേര്. ഈ അച്ഛനമ്മമാർ ആത്മഹത്യ ഭീഷണി മുഴക്കിയ പോലെ തന്നെ നാളെ ആ കുട്ടിയും അത് ചെയ്യാമല്ലോ. അപ്പം നേരെ അങ്ങോട്ട് മറിയൂ. ആ കുട്ടിക്ക് പറയാനുള്ളത് കൂടെ കേൾക്കണമല്ലോ. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്നലെ നമ്മൾ ഉപ്പുമുളക് ലൈറ്റ് ചാനലിന്റെ ഇപ്പോൾ നടക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനലിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇളയ മകൾ കല്യാണം ആലോചിച്ച് വെച്ചിരുന്ന ചെറുപ്പക്കാരനുമൊപ്പം ഒളിച്ചോടിയതിന്റെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഫാമിലി വ്ളോഗേഴ്സിന്റെ വിഷയത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ ഉണ്ടാവും. ഇന്ന് അവർ പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത്. ഇന്ന് പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നാളെ പറയാം. അതുകൊണ്ട് തന്നെ ഫാമിലി വ്ളോഗേഴ്സിന്റെ വിഷയങ്ങളിൽ ഒരുപാട് സംസാരിക്കാൻ മെനക്കെടാറില്ല. പക്ഷേ ഇവരുടെ വിഷയത്തിൽ എന്തുകൊണ്ട് സംസാരിച്ചെന്ന് ചോദിച്ചാൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആയിരുന്നില്ല അവർ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. അത് കണ്ടപ്പോഴാണ് എന്തൊക്കെയോ എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നിയിട്ട് ശരി സംസാരിക്കാം എന്ന് വിചാരിച്ച് സംസാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചാനലുകളിൽ 2 എണ്ണമാണ് ഗോപ്രോ മച്ചാന്റെയും അതുപോലെ തന്നെ മൂപ്പൻസ് വ്ളോഗ്സ്, ശരത് ബ്രോയുടെ ചാനൽ. അവരുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ 2 ചാനലിലും പിന്നെ ഞാൻ കണ്ടത് സിജോ ടോക്സിലാണ്. ഈ 3 ചാനലിലാണ് ഞാൻ കണ്ടത് ഈ 3 പേരും ഈ ഉപ്പുമുളക് ലൈറ്റിലെ ആ ഫാമിലി, ആ അച്ഛനെയും അമ്മയും വിളിച്ചു സംസാരിച്ചു. ആ സംസാരിച്ചതിൽ നിന്ന് ഈ 3 പേർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്: അച്ഛനും അമ്മയും നിരപരാധികളാണ്, ഇറങ്ങിപ്പോയ ആ കുട്ടിയാണ് തെറ്റുകാരി. പക്ഷേ ഇതിന്റെ കാര്യകാരണങ്ങളൊന്നും ഇവർ പറയുന്നില്ല. കാരണം ആ അച്ഛനും അമ്മയും പറയാത്തിടത്തോളം കാലം ഇവരത് പുറത്ത് പറയാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുമുള്ളത്. കാരണം അവരെപ്പോഴാണോ അത് റിവീൽ ചെയ്യുന്നത്, അവരുടെ ഫാമിലിയിലെ വിഷയം അവർക്ക് റിവീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും റിവീൽ ചെയ്യട്ടെ. അത് ഇവർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ 3 പേരും ഈ അച്ഛനും അമ്മയും വിളിച്ച് സംസാരിച്ചു. ഒരു സൈഡ് കേട്ടു, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഇവർക്ക് തോന്നി. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാനും അവരെ വിളിച്ച് സംസാരിച്ചാൽ അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാവും. 2 കൈ കൊട്ടിയാൽ മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പേരിൽ ചിലപ്പോൾ ഒരുപാട് അച്ഛനമ്മമാർ എന്നെ വിമർശിക്കാം. എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റുകൾ ചെയ്യാം, വളരെ മോശം കമന്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അച്ഛനമ്മമാർ എപ്പോഴും മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. അങ്ങനെ അല്ലാത്ത അച്ഛനമ്മമാരും ഉണ്ട്. ഇവരങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇവർ മക്കളെ അത്രയധികം സ്നേഹിച്ച് വളർത്തിയ അച്ഛനമ്മമാരായിരിക്കും. ഇന്നലെ വരെ എൻ്റെ ധാരണ ഇവർ ആ കുട്ടിയുടെ കല്യാണം തീരുമാനിച്ചു. അതിനുശേഷം കല്യാണം നടക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴേക്കും ആ പെൺകുട്ടിയും പയ്യനുമായിട്ട് അത്രയധികം അടുത്ത് കഴിഞ്ഞു. അതിന്റെ പേരിൽ അവർക്ക് തമ്മിൽ പിരിയാൻ പറ്റുന്നില്ല. സോ ആ കുട്ടി ഇറങ്ങിപ്പോയി. ഇതായിരുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ ധാരണ. പക്ഷേ 3 ചാനലുകളിലും ഗോപ്രോ മച്ചാന്റെ ആയിക്കോട്ടെ, മൂപ്പൻസ് വ്ളോഗ്സിന്റെ ആയിക്കോട്ടെ, സിജോയുടെ ആയിക്കോട്ടെ, ഈ 3 ചാനലും കേട്ടുന്ന അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി: നമ്മൾ കരുതി വെച്ചിരുന്നതല്ല സംഭവിച്ചതെന്നുള്ളത്. ഇതിനകത്ത് ഇവരാരും തന്നെ പറയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കാൻ വന്ന വിഷയം അതൊന്നുമല്ല. എല്ലാവരും ഇപ്പോൾ റിയാക്ഷൻ വ്ളോഗേഴ്സിനെ കുറ്റം പറയുക. നിങ്ങളല്ലേ അവരെ വലിച്ചു കയറി സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. എപ്പോഴാണ് ഒരു റിയാക്ഷൻ വ്ളോഗർ ഒരു സബ്ജക്റ്റ് എടുക്കുന്നത്, ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളായിക്കോട്ടെ, ആ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഏതൊരു റിയാക്ഷൻ വ്ളോഗറും ഒരു ടോപ്പിക് എടുക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഉപ്പുമുളക് ലൈറ്റ് എന്ന വിഷയം എല്ലാവരും ചെയ്യുന്നത്? ആ വിഷയമാണ് കാണാൻ ആൾക്കാരുള്ളത്. സെൻസേഷൻ ആയിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ ആ വിഷയമേ എല്ലാവരും എടുക്കത്തുള്ളൂ. കാരണം കാഴ്ചക്കാർ കൂടുതൽ അതിനാണ്. എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് വ്യൂസിന് വേണ്ടി തന്നെയാണ്. എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സും വീഡിയോസ് ചെയ്യുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഈ ഫാമിലിയിൽ ഈ അച്ഛനും അമ്മയും ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ്: ഞങ്ങൾ നാളെ മുതൽ നോർമൽ കോണ്ടന്റുമായിട്ട് വരും, ഇന്ന് ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് പറഞ്ഞത്. അതിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും എല്ലാം കോണ്ടന്റ് ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. എല്ലാവർക്കും എല്ലാം കോണ്ടന്റ് ആണ്. ഏത് വിഷയം പുറത്തു പോകണം, ഏത് വിഷയം പുറത്തു പോകാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിലുള്ള കാര്യം, കുടുംബത്തിൽ നിർത്തേണ്ട കാര്യം കുടുംബത്തിൽ നിർത്തണം. ഒളിച്ചോട്ടമായിക്കോട്ടെ, ഇപ്പോൾ ഒളിച്ചോടി പോയി, അത് കുടുംബത്തിനകത്ത് നിൽക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിൽക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത് ലോകം മുഴുവൻ അറിയിച്ചത് ആരാണ്? അതേക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. ഈ വീഡിയോയുടെ താഴെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോയുടെ താഴെയും മോശം കമന്റുകൾ വരും. എല്ലാവരും പറയുന്നു നിങ്ങൾ റിയാക്ഷൻ വ്ളോഗേഴ്സ് അല്ലേ ആദ്യം വീഡിയോസ് ചെയ്തെന്ന് പറയുന്നു. ഈ റിയാക്ഷൻ വ്ളോഗേഴ്സിന് വീഡിയോ ചെയ്യാനുള്ള കോണ്ടന്റ് ഇട്ടുകൊടുത്തത് ആരാണ്? ആ ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ്. അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി. ഞാൻ ആ വീഡിയോ ഇന്നലെ വീണ്ടും കണ്ടു. ശരിക്കും അവരുടെ കരച്ചിൽ കണ്ട് സങ്കടം വന്നു. പക്ഷേ ഈ കരച്ചിലിനുള്ള കാരണം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചിന്തിക്കണം. തൊട്ട് മുന്നുള്ള ദിവസങ്ങളിൽ ഇവരിട്ട കോണ്ടന്റുകൾ എന്തായിരുന്നു? ആ കോണ്ടന്റുകളിൽ നിന്നാണ് ഇന്നലെ അവർക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത്. ഇനി അതിനുശേഷം ഉപ്പുമുളക് ലൈറ്റിന്റെ ചാനലിൽ വീഡിയോ വന്നതിന്റെ തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ ഇവരുടെ മൂത്ത മകളുടെ ചാനലിൽ വീഡിയോ വന്നു, ആ കുട്ടിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇളയ മകളുടെ ചാനലിൽ വീഡിയോ വന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും കോണ്ടന്റ് തന്നെയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവർക്ക് താല്പര്യം എന്താണ്? വീഡിയോയിലൂടെ പുറം ലോകത്ത് അറിയിക്കുക. അതിന്റെ ആവശ്യം എന്താണ്? ഒരു 5 ദിവസം വീഡിയോ ചെയ്തില്ല, എന്താ സംഭവിക്കാൻ പോകുന്നത്? അറ്റ്ലീസ്റ്റ് അവരുടെ കാര്യം പറഞ്ഞു, അച്ഛനും അമ്മയും അവരുടെ അവസ്ഥ പറഞ്ഞു. മക്കൾക്കെങ്കിലും മിണ്ടാതിരിക്കാമല്ലോ, എന്താ ചെയ്യാത്തത്? തീർച്ചയായിട്ടും അച്ഛനമ്മമാർ എന്നും മക്കൾക്ക് വേണ്ടി തന്നെയായിരിക്കും ജീവിക്കുന്നത്. ഒരു അച്ഛനമ്മമാരും മക്കൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കില്ല. ഇന്നലത്തെ അവരുടെ വീഡിയോയിലും ഒരു വിദ്യാഭ്യാസത്തെ ശരിക്കും പറഞ്ഞാൽ ഒരുതരം
ആക്ഷേപം പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. അവരുടെ ഏതോ വീടിനടുത്ത് ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചർ കല്യാണം കഴിച്ചു, വർഷങ്ങൾക്ക് ശേഷം അവർ ഡിവോഴ്സായി, അവർ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഡിവോഴ്സായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ടായി. വിദ്യാഭ്യാസം എന്നും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ ഓരോ വാർത്തകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറത്ത് വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിക്ക് ഗ്ലാമർ ഇല്ല എന്നും ആ കുട്ടിക്ക് ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്രയും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവർ പറഞ്ഞില്ലേ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന്. കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിലാണോ അവർക്ക് താല്പര്യം ആ വിഷയം പഠിപ്പിക്കാമല്ലോ. ഒരു താല്പര്യമില്ലാതെ നിൽക്കുന്ന കുട്ടികളുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ പാട്ടായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും പഠിക്കണമെന്നായിരിക്കും. എന്തെങ്കിലും ഇന്ന് വരെ ഈ പാരൻസ് അവരോട് ചോദിച്ചിട്ടുണ്ടോ, മക്കളെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാനിത് ചോദിക്കുകയാണ്, ഞാൻ വിമർശിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നതാണ്. എൻ്റെ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇന്നത് പഠിക്കുക എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കളോട് ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങൾക്ക് എന്ത് പഠിക്കാനാണ് ആഗ്രഹം? അതല്ലാതെ നീ മെഡിസിൻ പഠിക്കണം, നീ ലോ പഠിക്കണം, അല്ലെങ്കിൽ നീ ഇന്നത് പഠിക്കണം എന്ന് പലരും അങ്ങോട്ട് ആവശ്യപ്പെടുക ചെയ്യുന്നു. ഡോക്ടർ മക്കളാണെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയറുടെ മക്കളാണെങ്കിൽ എഞ്ചിനീയർ ആവണം. ഇത് പണ്ടത്തെ കാലമാണ്. ഇന്ന് കുട്ടികൾക്കൊരു ധാരണ ഉണ്ടാവും, എനിക്ക് ഇന്ന പൊസിഷനിൽ എത്തണം, ഇന്നത് പഠിക്കണം എന്നൊരു ധാരണ ഉണ്ടാവും. എത്ര പാരൻസ് അത് ചോദിക്കാറുണ്ട്? ഈ 3 വ്ളോഗേഴ്സും, മൂപ്പൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോപ്രമച്ചൻ ആയിക്കോട്ടെ, സിജോ ആയിക്കോട്ടെ, 3 പേരും അവർ പറഞ്ഞ കാര്യം, റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം എന്താണെന്നുള്ളത് പുറത്ത് പറയുന്നില്ല. വളരെ നല്ല കാര്യമാണ്. കാരണം അത് പുറത്ത് പറഞ്ഞാൽ അടുത്ത കോണ്ടന്റിനുള്ള വഴി തുറക്കും. ഇതോടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവസാനിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരിക്കലും ഇവരെ വലിച്ചു കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൊന്നൂസിൻ്റെ ചാനലിനകത്ത് പൊന്നൂസ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു ചാനൽ അവരെ അപ്രോച്ച് ചെയ്തു ഇന്റർവ്യൂവിന് വേണ്ടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പൊന്നൂസ് അവരെ എന്തോ തിരിച്ച് മോശമായിട്ട് സംസാരിച്ചു വിട്ടെന്നാണ് പൊന്നൂസ് പറയുന്നത്. എന്നിട്ട് പൊന്നൂസ് പറയുന്നു, അങ്ങനെ ചെയ്യാനാണ് ഞങ്ങളുടെ ചാനലിൽ ചെയ്തുകൂടെ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവർക്കെല്ലാം ഒരു കോണ്ടന്റ് ആണെന്ന് പറഞ്ഞത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും, നമുക്ക് വീട്ടിലുള്ള നല്ല നല്ല നിമിഷങ്ങൾ, നല്ല നല്ല വിഷയങ്ങൾ, ഇതെല്ലാം പുറത്തേക്ക് വിടാം. പുറത്തേക്ക് വിടേണ്ടതും വിടേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏത് വിടണം ഏത് വിടണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഓരോ ചാനൽ ഓണേഴ്സുമാണ്. പുറത്ത് വിട്ട് കഴിഞ്ഞിട്ട് അയ്യോ അതിങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കുറച്ച് നാൾ മുൻപ് നമ്മൾ കണ്ട കുറേ വിഷയങ്ങളുണ്ട്. പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവിടെയും എല്ലാവരും സംസാരിച്ച കാര്യമാണ്, എന്താണോ പുറത്ത് വിടേണ്ടത് അത് മാത്രം വിടുക. ഇവിടെയും എനിക്ക് പറയാനുള്ള ഒരൊറ്റ റിക്വസ്റ്റ്, ഇനി യാതൊരു എക്സ്പ്ലനേഷനുമായിട്ട് നിങ്ങൾ ആരും വരരുത്. ഇത് കഴിഞ്ഞു. ഇപ്പോൾ ആ അച്ഛനും അമ്മയും അത്രയും സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത് മക്കളാണ്. തിരിച്ചങ്ങോട്ടും മക്കളെ മനസ്സിലാക്കേണ്ട പാരൻസും. ഇത് പുറമേ നിന്നുള്ള ആൾക്കാർ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഓക്കെ, മനസ്സിലാക്കാം, അസൂയ കൊണ്ടാണെന്നൊക്കെ പറയാം. പക്ഷേ സ്വന്തം പാരൻസ് തന്നെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് മക്കളെ കുറ്റം പറയുന്നു, മക്കൾ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പാരൻസിനെ കുറ്റം പറയുന്നു. അവനവന്റെ വീട്ടിൽ നിൽക്കേണ്ട വിഷയങ്ങൾ അവിടെ നിർത്താതെ പുറത്ത് വന്ന് സംസാരിക്കുമ്പോൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഓരോ വിഷയം കോണ്ടന്റ് ആവുന്നത് പോലെ തന്നെ ഓരോ വ്യക്തികളും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാനുള്ള കോണ്ടന്റുകളായി മാറും. ഓരോ വ്യക്തികളും കോണ്ടന്റുകളാണ്. നാളെ ഞാനും ഒരു കോണ്ടന്റ് ആവാം. എൻ്റെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വലിച്ചു കയറും. അവിടെ ഞാൻ വന്ന് പറയാണ് നിങ്ങളത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? കാരണം ഞാനാണത് ഇട്ട് തരുന്നത്. സോ ഇവിടെ 2 ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരുടെ ഭാഗത്ത് മാത്രമാണ് ശരി. അതൊരു പക്ഷേ ഈ പറയുന്ന 3 വ്യക്തികളും 3 വ്ളോഗേഴ്സും ഇവരെ മാത്രം വിളിച്ചതുകൊണ്ടായിരിക്കും ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നത്. മറുഭാഗത്ത് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ന്യായീകരണങ്ങൾ പറയും. അത് കേൾക്കുമ്പോൾ തോന്നും, ഓ ഇവരുടെ ഭാഗത്താണ് ശരി. ഒരു ഭാഗം മാത്രം കേട്ട് ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇതിനകത്ത് പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇന്ന് ആ അച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലെ വരെ ആ അച്ഛനും അമ്മയെ വിമർശിച്ച ആൾക്കാരാണെന്ന് ഓർക്കണം. ഇന്ന് എല്ലാവരും നേരെ ഉൾട്ടയായി മകളെ വല്ലാണ്ട് അടച്ചാക്ഷേപിക്കുന്നുണ്ട്. അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് കുറെ പേര്. ഈ അച്ഛനമ്മമാർ ആത്മഹത്യ ഭീഷണി മുഴക്കിയ പോലെ തന്നെ നാളെ ആ കുട്ടിയും അത് ചെയ്യാമല്ലോ. അപ്പം നേരെ അങ്ങോട്ട് മറിയൂ. ആ കുട്ടിക്ക് പറയാനുള്ളതും കൂടെ കേൾക്കണമല്ലോ. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ ചെയ്തവര് അവിടെ കൂടെ കേട്ടിട്ട് വിലയിരുത്തുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിവേ, നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയാം ഇന്നത്തെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളെല്ലാം നെഗറ്റീവായിരിക്കും, ഓൾമോസ്റ്റ് നെഗറ്റീവായിരിക്കും. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, ഒരു പ്രശ്നമില്ല. ഞാനും ഒരു അച്ഛൻ്റെ അമ്മയുടെ മകൻ തന്നെയാണ്. അച്ഛനമ്മമാരുടെ വേദന എനിക്കും മനസ്സിലാവും. എന്നെയും ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാണ്. ഇവിടെ മക്കളെ ലാളിച്ചു, മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ടാവും, മക്കളെ സംരക്ഷിച്ചു, ഒക്കെ ചെയ്തു. പക്ഷേ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് പാളിപ്പോയെന്നാണ് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്. എന്തായാലും ആ വേദനയിൽ, ആ അച്ഛനമ്മമാരുടെ വേദനയിൽ ഞാനും വിഷമിക്കുന്നുണ്ട്, പങ്കുചേരുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.